ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുപാട് വൈഡായിട്ടുള്ള കളക്ഷൻസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് കാണിച്ചു തരാം. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നതും എൻ്റെ ഫേവറേറ്റും ഉണ്ട്, എനിക്ക് ഫേവറേറ്റ് അല്ലാത്തതും ഉണ്ട് കേട്ടോ. ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. ഇതാ മെബലൈൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഇതുണ്ട് കേട്ടോ. കുറച്ച് കളർ പിടിച്ചിട്ടുണ്ട്. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. ഫസ്റ്റ് ആമസോണിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി അതെന്നെ വാങ്ങണ്ട, ഒന്ന് മാറ്റി പിടിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ് 245 സീക്കർ കേട്ടോ. സീക്കർ ഇത് ഞാനൊന്ന് മാറ്റി പിടിച്ചേക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായോന്ന് ചോദിച്ചാൽ ആമസോണിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇതിന് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു ബ്രിക്ക് കളർ വരുന്നുണ്ട്. എനിക്കൊരു ബ്രൗൺ ഒരു ടോണിലുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ മിക്സ് ചെയ്തിട്ടൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ ചെയ്ത് വെച്ചൊരു കാര്യം, ഇത് ഭയങ്കര ഓറഞ്ച് കളറായതുകൊണ്ട് ഭയങ്കര ഡാർക്ക് ബ്രൗൺ ലിപ്സ്റ്റിക് ആയി കിട്ടിയപ്പോൾ ഞാനത് മെൽറ്റ് ചെയ്തിട്ടൊക്കെ ഇതിൽ ഒഴിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും സക്സസ് ആയിട്ടില്ല. എന്നാലും സ്റ്റിൽ ഇതെൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ഇത് മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ റിമൂവർ വെച്ചിട്ട് കളഞ്ഞാലല്ലാതെ ഇത് പോയില്ല കേട്ടോ. അഥവാ നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ മറന്നിട്ടൊക്കെ കിടന്നാൽ പിറ്റത്തെ ദിവസവും ഇതിൻ്റെ ടിൻറ്റ് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അതുപോലത്തെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. അപ്പോൾ ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ നല്ല ലോങ് ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സാണ് കേട്ടോ. മെബലൈൻ്റെ 245 സീക്കറാണ് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള ഷെയ്ഡ്. ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കംഫർട്ടായിട്ടുള്ള ഒരു ഇത് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലൊരു കളറാണ്. ഒരു ഓറഞ്ച് ടോണിൽ വരുന്നൊരു കളറാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് ഇത് ഞാൻ ലാസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത് ഇൻസൈറ്റിൻ്റെതാണ്. ഇൻസൈറ്റിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറഞ്ഞ വീഡിയോസൊക്കെ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ, എനിക്കിപ്പോൾ ഈ റോസ് ഉള്ള ലിപ്സ്റ്റിക്കുകൾ എനിക്ക് എന്തോ ഒരു മെജന്ത ടോണൊക്കെ കളറൊക്കെ അല്ലേ, ആ ഒരു ടൈപ്പ് ലിപ്സ്റ്റിക്ക് എനിക്കിപ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു റോസ് കൈൻഡ് ഓഫ് ഷെയ്ഡാണിത്. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബ്ലഡ് ലസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 90 ഇൻസൈറ്റിൻ്റെ 90 ബ്ലഡ് ലസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്കങ്ങനെ ഇട്ട പോലെ ഒന്നും തോന്നുകയില്ല. എന്നാൽ നല്ല പിഗ്മെൻറ്റഡും ആണ് കേട്ടോ. അങ്ങനെ ന്യൂഡല്ല, എൻ്റെ കയ്യിലുള്ളത് അധികം ഒന്നും ന്യൂഡല്ല കേട്ടോ. ആ ന്യൂഡ് പ്രതീക്ഷിച്ചിട്ടാരും ഈ വീഡിയോ കണ്ടിട്ടൊരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ന്യൂഡിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് കുറച്ചിങ്ങനെ ബ്രൈറ്റായി നിൽക്കുന്ന കളേഴ്സിനോടാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഷെയ്ഡ് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷെയ്ഡ് കാണിച്ചു തരാം. ഇതാണ് കളറ്, ഒരു മെജന്ത ടോണിലുള്ളൊരു അതിൽപ്പെട്ടൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഷെയ്ഡ് മറക്കണ്ട. ബ്ലഡ് ലസ്റ്റ് കേട്ടോ. ഇൻസൈറ്റിൻ്റെ 90 ബ്ലഡ് ലസ്റ്റ് ആണ് ഇതിൻ്റെ ഷെയ്ഡ്. മെബലൈൻ്റെ അത്ര ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല, എന്നാലും അതിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇത് ഇട്ടപോലെ തോന്നുകയില്ല. ഭയങ്കര അടിപൊളി ഷെയ്ഡുമാണ് കളറ്. ഇത് തന്നെ എടുക്കാനേ ഞാൻ പറഞ്ഞു. നല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കളറാണ് കേട്ടോ. റോസ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കളറാണ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ മെബലൈൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് കാണിക്കുക. അത് ലിക്വിഡല്ല, രണ്ടെണ്ണം കാണിച്ചെങ്കിൽ ഇത് ബുള്ളറ്റാണ്. ഈ ലിപ്സ്റ്റിക്ക് കണ്ടാലറിയാം ഇതെൻ്റെ എത്ര ഫേവറേറ്റ് ആണ്. ഈ ലിപ്സ്റ്റിക്ക് കണ്ടാലറിയാം കേട്ടോ. കണ്ടോ, കഴിഞ്ഞു, ഇതിനില്ല. അതാ ലാസ്റ്റ് എൻ്റെ ഇത് വൈറ്റ് കളർ കണ്ടോ, എൻ്റെ ഇത് അത്ര എനിക്ക് ഫേവറേറ്റ് ആണ്. ഇത് മെബലൈനാണിത് സംഭവം. ഞാൻ വൈറ്റ് ഷോളായതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലോത്ത് എടുത്തായിട്ടത് എങ്ങാനും കളറായാൽ പണി പാടും. അപ്പോൾ
ഇത് ഞാൻ കാസർഗോഡ് നെച്ചൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാൻ ലിപ്സ്റ്റിക് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് റാൻഡമായിട്ട് പർച്ചേസ് ചെയ്ത കൂട്ടത്തിൽ പർച്ചേസ് ചെയ്ത ലിപ്സ്റ്റിക്കാണ്. പെട്ടെന്ന് ഒറ്റ ഒരു സ്വൈപ്പിൽ കണ്ടിഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തതാണ്. പക്ഷേ എൻ്റെ ലിപ്സ്റ്റിക്സിൽ എനിക്ക് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് കേട്ടോ. അതങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, ബുള്ളറ്റിൻ്റെ പ്രത്യേകത അറിയാലോ, ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് കഴിഞ്ഞു. ഇത് ഞാൻ ഇടുന്നത് വെച്ചാൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ലിപ്പിലിടല്ല ചെയ്യാം. ഇത് ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ സ്വൈപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ഇൻസൈറ്റിൻ്റെ ഈ കളറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് അങ്ങനെ പറയാം. അതല്ലേ, അതാണ് കളർ കേട്ടോ. ബുള്ളറ്റ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ അത്ര ലോങ് ലാസ്റ്റിങ് അല്ല ഇത് കേട്ടോ. അത് ഇടയ്ക്ക് റീടച്ച് ചെയ്ത് കൊടുക്കണം, ആ ഒരു വിഷയം മാത്രം. അപ്പോൾ അടുത്ത് ഞാൻ കാണിച്ചുതരാം. അപ്പം എൻ്റെ കളക്ഷനിലുള്ള അടുത്ത ലിപ്സ്റ്റിക്കാണ് ഇത്. ഇത് മോസ്റ്റ് ഓഫ് ദ ഗേൾസിൻ്റെ ഫേവറേറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഡാസിലറിൻ്റെ എന്താ DL025 ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടത്. അപ്പോൾ ആ ഒരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്തിട്ടൊക്കെ വാങ്ങിയൊരു സാധനമാണ്. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല മീൻസ് ഇത് ഭയങ്കര ഹെവിയാണ്. ചുണ്ടിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. കളറും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് എന്തുകൊണ്ട് അതെല്ലാവരും ഫേവറേറ്റ് എനിക്കറിയില്ല കേട്ടോ. അത് എന്തുകൊണ്ട് എല്ലാവർക്കും ഇത്ര ഇഷ്ടം ഈ ഷെയ്ഡ് എന്ന്. അതിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊരു ബ്രൗണും അല്ല, ഒരു റെഡും അല്ല, ഒരു പിങ്കും അല്ല, ഒരു പ്രത്യേക ഒരു കളർ. ഭയങ്കര ന്യൂഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മേ ബി ഇഷ്ടപ്പെടുമായിരിക്കും. ഇതിടുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഡാർക്കായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ കേട്ടോ. പിന്നെ ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ. ഞാൻ ആ മേബിലൈനെ കമ്പയർ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. എന്നാലും ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും എന്താ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഞാനിത് മിക്സ് ചെയ്യലുണ്ട് കേട്ടോ വേറെ. അത് ഞാൻ കാണിച്ചുതരാം. അത് ഇതാ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഞാനത് മിക്സ് ചെയ്യലുണ്ട്. ലൈറ്റ് റോസ് ഷെയ്ഡിൻ്റെ കൂടെ അത് ഞാൻ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡാർക്ക്നെസ് കുറച്ചൊന്ന് ലൈറ്റായി കഴിയുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇത് ഡ്രൈ ആവാനും കുറച്ച് ടൈം എടുക്കും. നെക്സ്റ്റ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ലിപ്സ്റ്റിക്, അതിൻ്റെ ഷെയ്ഡ് ഗിവ് മീ മോക്ക എന്ന് പറഞ്ഞുള്ള ഷെയ്ഡാണ് കേട്ടോ. ലിപ്സ്റ്റിക് ലവേഴ്സിനൊക്കെ അറിയാൻ പറ്റും. കാരണം ഒരുപാട് ആളുകൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കാണ് ഗിവ് മീ മോക്ക. ഇതെനിക്ക് ഞാൻ പറഞ്ഞില്ലത് അടിപൊളി ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ന്യൂഡുകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. പക്ഷേ ഞാനൊരു ന്യൂഡ് ലവർ അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് വാർഡ്രോബിൽ സൈഡായിട്ട് കിടക്കുന്ന ആൾക്കാരിൽ പെട്ട ഒരാളാണിത് കേട്ടോ. വെറ്റ് ആൻഡ് വൈൽഡ്. അപ്പോൾ ഇത് നല്ല ഗ്ലോസിയാണ് കേട്ടോ, അത്യാവശ്യം ഗ്ലോസിയാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഈ ഷെയ്ഡിനോടൊരു ചെറിയൊരു സാമ്യമുള്ളൊരു ഷെയ്ഡ് കേട്ടോ. കാണിച്ചു തരാം. കയ്യിൽ സ്ഥലമില്ലല്ലോ. അത് കേട്ടത് ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. അത് സാധനം ഇതിൽ വാങ്ങിയതുപോലെ തന്നെ ഉണ്ട്. ഞാൻ വാങ്ങിയിട്ട് അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ കഴിയാനൊന്നും ചാൻസ് ഇല്ല. അതുണ്ടോ ഒരു ലൈറ്റ് കളർ. അപ്പോൾ ഇതിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ കളറ്. ഇഷ്ടപ്പെട്ട് അതിൽ കാണിക്കുന്നത് തന്നെയാണ് കളറ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് അറിയാമല്ലോ, ലിക്വിഡ് ലിപ്സ്റ്റിക് എപ്പോഴും ബുള്ളറ്റിനേക്കാളും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആക്കും കേട്ടോ. അതായത് നമ്മളെന്നും നൈറ്റിൽ കിടക്കുമ്പോൾ നമ്മൾ സ്കിൻ കെയർ റൊട്ടീനിൽ എന്നും നമ്മൾ ലിപ്പ് കെയർ ചെയ്യണം. നന്നായിട്ട് ലിപ്പ് ഇതേപോലെ ഒരു ലിപ്പ് വീക്ക്ലി വൺസ് ലിപ്പ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് നല്ലൊരു ഗീയോ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ലിപ് ബാമോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് കിടക്കണം കേട്ടോ. നൈറ്റിൽ അതൊരിക്കലും മിസ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഒന്നും ആഫ്റ്റർ എഫക്റ്റ് അത്രത്തോളം ഉണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യലുണ്ട് പറഞ്ഞല്ലേ. ഇത് NY ബാൻഡ് ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കളർ എനിക്ക് അഗെയിൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇത് നല്ല ഫെയർ ആയിട്ടുള്ളവർക്കൊക്കെ പറ്റും കേട്ടോ. അത് ഭയങ്കര ഒരു പിങ്ക് ഇതുണ്ടോ, നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് ഇത് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് വാഷ് ഔട്ട് ആവും കേട്ടോ. പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ഇങ്ങനെ ലിപ്പ് ഇങ്ങനെ എന്താ പറയുക,
ഇഷ്ടമല്ല, അതിൻ്റെ ഫോമിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അതിൻ്റെ കളറും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ലൈറ്റ് പിങ്ക് നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ്. കാരണം ഏതെങ്കിലും ഇഷ്ടപ്പെടാത്ത മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും വേറെ പല ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് നമ്മളെ കയ്യിലെപ്പോഴും ഉള്ളത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പല ഷെയ്ഡും ഇതുകൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞുതരാം. ഷെയ്ഡൊക്കെ മാഞ്ഞു കേട്ടോ, സോറി, ഇതിൻ്റെ ഷെയ്ഡൊന്നും ഇതില്ല. ഇത് പർപ്പിൾ എന്തോ ഒരു ഓഫർ വന്നപ്പോൾ സെയിൽ വന്ന സമയത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൺലൈനിൽ ലിപ്സ്റ്റിക്ക് മുമ്പ് പണി കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഭയങ്കര ഉദാഹരണമായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത് കേട്ടോ. നമുക്ക് കയ്യിൽ കാണുന്ന കളറേ ആയിരിക്കില്ല നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ. അപ്പോൾ അങ്ങനെ പണി കിട്ടിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ നെക്സ്റ്റ് അഗെയിൻ ഭയങ്കര പോപ്പുലാരിറ്റി ഉള്ള ഒരു എം കഫേൻ്റെ ലിപ്സ്റ്റിക്കാണ്. അടിപൊളി ബ്രാൻഡൊക്കെ ആണ്, ബട്ട് ഇത് സംഭവിച്ചത് ഇത് 500 സംതിങ് അങ്ങനെ ഉണ്ട് ഈ ലിപ്സ്റ്റിക്കിന് കേട്ടോ. ബട്ട് ഇതിന് സംഭവിച്ചെന്തായാലും കണ്ടില്ലേ, ഇതിൻ്റെ കയ്യിൽ എനിക്ക് കിട്ടി. വേറൊരാൾ ഗിഫ്റ്റ് ഒന്നും നല്ല ക്യാഷ് കൊടുത്തിട്ടാണ്, പക്ഷെ ഞാൻ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തതല്ല. അവരെ കയ്യിൽ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു, അവരങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ഇത് കണ്ടില്ല, ഇതിൻ്റെ കൈ കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത് എന്തൊക്കെയോ പറ്റി. ഇതിൻ്റെ ഈ പുറകു ഭാഗം ഇവിടെ പൊട്ടി, ഇത് പൊട്ടി. എന്തായാലും സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അത് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ പുറത്തേക്ക് വരും എന്ന് വെച്ചാൽ ഇതല്ലേ ഈ ഒരു സംഭവമൊക്കെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഇത് ഷെയ്ഡൊക്കെ നല്ല അടിപൊളി ഷെയ്ഡാണ്. ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു കോഫി ബ്രൗൺ കളറ്, നല്ലൊരു ഷെയ്ഡാണ് ഇത്. അങ്ങനെ ലിപ്പിലിങ്ങനെ എന്താ പറയുക, അങ്ങനെ പാച്ചി ആയിട്ട് അങ്ങനെ കിടക്കും. പിന്നെ ഒട്ടും കംഫർട്ടബിൾ അല്ല, ലൈറ്റ് വെയിറ്റ് അല്ല. അങ്ങനെ ചെറിയ ചെറിയ തരികളായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യലുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. വേണ്ടത് അടിപൊളി ഒരു ഷെയ്ഡാണ്. പക്ഷേ ഇത് നമുക്കിങ്ങനെ ഒട്ടും ലൈറ്റ് വെയിറ്റ് അല്ല കേട്ടോ. അങ്ങനെ എന്തോ ചുണ്ടിൽ കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ലിപ്സ്റ്റിക്സിൽ പെട്ട ഒരു ലിപ്സ്റ്റിക്കാണിത്. നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഫോമുല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നല്ല ഷെയ്ഡാണ്. ഇടയ്ക്കൊക്കെ ഞാൻ അപ്ലൈ ചെയ്യലുണ്ട്. പക്ഷേ ഇത് ഞാൻ പലതും ഫുൾ പൊട്ടി ആകെ വൃത്തിയുടെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണത്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ എം കഫേൻ്റെ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 06 മോക്ക മെൽറ്റ് ആണ് കേട്ടോ എൻ്റെ പേര്. ഇത് 4.2 grams ഉണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു കേട്ടോ. ഇതിലുള്ള എൻ്റെ എല്ലാ ലിപ്സ്റ്റിക്കും ഞാൻ കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഞാൻ പറഞ്ഞുതരാം. ഇത് തന്നെയാണ് കേട്ടോ. മെബിലൈൻ്റെ 695 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഡിവൈൻ വൈൻ എന്നും കൂടെ കേട്ടോ. ഡിവൈൻ വൈൻ ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള എല്ലാം ഒട്ടും യൂസ് ചെയ്യാത്തതുണ്ട്. ചിലത് ഞാൻ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതുണ്ട്, ചിലത് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അതെന്താ അങ്ങനെ എനിക്കറിയില്ല. വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നതായിരിക്കും. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. വീഡിയോ ബൈ.